ഇതിന് ജീവനുള്ള പുഴു ഞാൻ കാണിച്ചു. പേരക്കുട്ടികളെ, നിങ്ങൾ വിഷ പച്ചക്കറി എന്ന് പറയണ ഇതായിരിക്കും 100%. ഇപ്പൊ ഞാൻ പോയി തിരിഞ്ഞെടുത്തതല്ല. ഇത് ഓല ചുരുട്ടി പുഴു എന്ന് പറയും. കണ്ട ജീവനുള്ള പുഴുവാണ്. അപ്പം ഇത് ജൈവ പച്ചക്കറിയാണെന്ന് മനസ്സിലായല്ലോ. ഇത് തിന്നാൽ നമുക്ക് വിഷമില്ലെന്ന് മനസ്സിലായല്ലോ. അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാം? ഓല ചുരുട്ടി പുഴു വരുമ്പോൾ രാവിലെ വന്നിട്ട് തുള്ളി വെള്ളത്തിൽ കളയും, അല്ലെങ്കിൽ കൊണ്ടുപോകും. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. മണ്ണിനോടൊപ്പം എന്തൊക്കെ ചേർത്താണ് ഒരു കൃഷിക്ക് യോഗ്യമാക്കി എടുക്കുന്നത്? ഒരു മണ്ണിന് കൃഷി യോഗ്യമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൃഷിയിടത്തല്ലാതെ വേറെ ഇടത്ത് യോഗ്യമാക്കണമെന്നുണ്ടെങ്കിൽ മണ്ണ് കിളച്ച് പരിപാലിച്ച് കക്കയൊക്കെ ഇട്ട് 20 ദിവസത്തോളം ഇട്ടേക്കണം. എങ്കിലേ നമ്മുടെ കൃഷി യോഗ്യമാക്കി എടുക്കാൻ പറ്റുള്ളൂ. അത് ചാണാപ്പൊടി, മറ്റുള്ള വെർമിര കമ്പോസ്റ്റ് മിശ്രിതം എല്ലാം കൂടെ ഇട്ടതിന് ശേഷമേ നിങ്ങൾ വിത്ത് കൊണ്ട് ഇടാൻ പാടും. അപ്പോഴും നല്ല വിള കിട്ടും. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, ഇതിന് ജീവനുള്ള പുഴു ഞാൻ കാണിച്ചു. പേരക്കുട്ടികളെ, നിങ്ങൾ വിഷ പച്ചക്കറി എന്ന് പറയണ ഇതായിരിക്കും 100%. ഇപ്പൊ ഞാൻ പോയി തിരിഞ്ഞെടുത്തതല്ല. ഇത് ഓല ചുരുട്ടി പുഴു എന്ന് പറയും. കണ്ട ജീവനുള്ള പുഴുവാണ്. അപ്പം ഇത് ജൈവ പച്ചക്കറിയാണെന്ന് മനസ്സിലായല്ലോ. ഇത് തിന്നാൽ നമുക്ക് വിഷമില്ലെന്ന് മനസ്സിലായല്ലോ. ഇതാണ് മാമന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വേറിട്ട കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതാണ്. ഈ മുട്ടയിട്ട് ഇത് കുഞ്ഞുങ്ങൾ ഇത് അത്രയും കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ പ്രാണികളാണ്. എന്നിട്ട് ഈ ഇലകളെല്ലാം ചിരട്ടി മണ്ടയിൽ പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ ഓല ചുരുട്ടി പുഴുവിനെ നമ്മൾ പനാമറോ എക്കാലക്സോ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ക്യാൻസറുകളുള്ള മാരകമായ രോഗങ്ങളുണ്ടാവും. അതിന് നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാം? ഓല ചുരുട്ടി പുഴു വരുമ്പോൾ രാവിലെ വന്നിട്ട് തുള്ളി വെള്ളത്തിൽ കളയും, അല്ലെങ്കിൽ കൊണ്ടുപോകും. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ഒരേ വരുത്തായിരിക്കും. വെണ്ടയ്ക്ക നിൽക്കുന്ന നോക്ക് മക്കളെ. നിങ്ങൾ ഇത്തിരി വലിയ വെണ്ടയ്ക്ക മാർക്കറ്റിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി വെണ്ടയ്ക്ക കാച്ചു വരുന്നതേ ഉള്ളൂ. ഇനി കാറ്റ് വരുന്നതേ ഉള്ളൂ. ഇനി കാറ്റിന് ശേഷം നിങ്ങൾ മൊത്തം വരുമ്പോൾ നിങ്ങൾ ഒന്ന് നോക്കാം, അങ്ങോട്ട് പോയി നോക്കാം. ചിലതിലൊക്കെ വലിച്ചു ആറുമോ കാച്ചിട്ടുണ്ടാവും. ഇനി ഇതിന് മൊത്തം വെണ്ടയ്ക്ക പിടിക്കും. മാമ അപ്പം വിൽക്കണ എത്രയാണെന്നറിയാം? ഒരു വെണ്ടയ്ക്ക 7 രൂപ. അപ്പൊ എത്ര വെണ്ടയ്ക്ക കിട്ടും? എത്ര വെണ്ടയ്ക്ക കിട്ടുമെന്ന് നോക്കിയാൽ തമിഴ്നാട്ടിൽ നിന്ന് 1 കിലോ വെണ്ടയ്ക്ക മാറ്റുമ്പോൾ 30-40 രൂപ. ഇത് മാമൻ വിൽക്കണ എത്രയെന്നറിയാം? 160 രൂപ 1 കിലോ. ഇത് അത്രയ്ക്ക് വിറ്റാമിൻ ഉണ്ട്. വിഷമില്ല, ക്യാൻസർ വരൂല, തൈറോയ്ഡ് വരൂല, ഇതൊന്നും വരുത്തില്ല. മാമന് 62 വയസ്സായി. മാമന് ഇരിക്കണം. മാമന്റെ സ്കിന്നിലൊന്ന് തൊട്ട് നോക്കിയേ. ഉറപ്പാണോ? നല്ല ഉറപ്പ്. 62 വയസ്സായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാമൻ തിന്നുന്ന ഭക്ഷണങ്ങളൊക്കെ നല്ല ഭക്ഷണങ്ങളാണ് തിന്നുന്നത്. രാവിലെ വന്ന് ഒരു വെണ്ടയ്ക്ക പറിച്ച് ഇതിനൊക്കെ ഒരു വെണ്ടയ്ക്ക പറിക്കും. മാമൻ പറിക്കും. നിങ്ങൾ എല്ലാവരും തിന്നു നോക്കി. ഈ വെണ്ടയ്ക്കൽ കണ്ട പിഞ്ച് വെണ്ടയ്ക്കയാണ്. തിന്നു നോക്കി. എത്രയാണ് ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കി. ഭയങ്കര ടേസ്റ്റ് അല്ലേ? മക്കൾക്കും തരും.